ഇപ്പോൾ ലിൻഡോ ജോസഫ് MLA ടെലിഫോൺ ലൈനിൽ ഉണ്ട്. താങ്കളടക്കം ഈ ദൗത്യവുമായി ബന്ധപ്പെട്ട് നേരത്തെയും ഇതിൻ്റെ ഭാഗമായി ഒക്കെ നിന്ന ആൾ കൂടിയാണ്. 71 ദിവസങ്ങൾക്ക് ശേഷം ആണ് ഈ മൃതദേഹ ഭാഗം നമുക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ ശാസ്ത്രീയമായ പരിശോധനയിലൂടെ അത് സ്ഥിരീകരിക്കേണ്ടതുണ്ട് എന്ന് പറയുമ്പോൾ പോലും അർജുൻ്റേത് എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. കുടുംബാംഗങ്ങളുടെ വൈകാരികമായ നിമിഷങ്ങളാണ് എങ്കിൽ പോലും ഈ മൃതദേഹം ലഭിച്ചു എന്നത് വലിയ ആശ്വാസമായി മാറുന്നുണ്ടോ? അതെ അതെ, തീർച്ചയായിട്ടും നീണ്ട നാളത്തെ ഒരു കാത്തിരിപ്പിന് ശേഷമാണ്, ആ കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ടാണ് ഇന്ന് ഒരു സന്തോഷകരമായ ഒരു വാർത്ത നമ്മൾ കേൾക്കുന്നത്. സന്തോഷം എന്ന് പറയുമ്പോൾ അതീവ ദുഃഖവും അതിനകത്ത് നിഴലിക്കുന്നുണ്ട് എങ്കിൽ പോലും 71 ദിവസത്തെ കാത്തിരിപ്പിനൊരു വിരാമം ഇട്ടുകൊണ്ടാണ്. തീർച്ചയായിട്ടും DNA പരിശോധനകൾക്ക് ശേഷമേ അന്തിമമായ സ്ഥിരീകരണം വരുമുള്ളൂ എങ്കിലും നേരത്തെ മുതലേ കുടുംബം പറയുന്നതും അവർ ഉറപ്പിച്ചു പറയുന്നതും ലോറിയുടെ ക്യാബിനുള്ളിൽ അർജുൻ ഉണ്ട് എന്നുള്ളതാണ്. അത് തന്നെയായിരുന്നു ഞാനും സച്ചിൻ ദേവ് MLA ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ കേന്ദ്രീകരിക്കുന്ന ഘട്ടത്തിലും അവിടെ നിന്ന ഘട്ടത്തിലുമെല്ലാം ഈ അർജുന്റെ ഭാര്യ, സഹോദരനായിട്ടുള്ള ജിതൻ ഉൾപ്പെടെയുള്ള ആളുകൾ, അവരുടെ സഹോദരങ്ങളെല്ലാം പറഞ്ഞിരുന്നു. അപ്പൊ തീർച്ചയായിട്ടും ഇപ്പോ ക്യാബിൻ പുറത്തെടുക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടിയിട്ടുള്ള ശരീരം തീർച്ചയായിട്ടും അർജുന്റേതാണ് എന്ന് തന്നെയാണ് നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും എന്താ പറയാ, ഒരു നീണ്ട കാലത്തെ ഒരു കാത്തിരിപ്പിന് ഒരു വിരാമം വിട്ടുകൊണ്ടാണ് ഇന്നത്തെ വാർത്തകൾ പുറത്തു വന്നിട്ടുള്ളത്. ശ്രീ ലിൻഡോ, ഈ മൃതദേഹം ലഭിച്ച ശേഷം കുടുംബാംഗങ്ങളെയോ മറ്റാരെയെങ്കിലും ബന്ധപ്പെടാൻ സാധിച്ചിരുന്നോ? ഇല്ല, ഞാൻ ജിതിനുമായിട്ടാണ് നിരന്തരം കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരുന്നത്. ജിതിൻ എന്ന് പറഞ്ഞാൽ അറിയാലോ, അർജുന്റെ ഭാര്യയുടെ, അർജുന്റെ സഹോദരിയുടെ ഭർത്താവ്. അപ്പൊ ജിതിനെ വിളിച്ചു കിട്ടിയിരുന്നില്ല. അവിടെ നെറ്റ്വർക്കിന്റെ പ്രോബ്ലം ഉണ്ട്. ഈ നിൽക്കുന്ന നമ്മുടെ ഈ പ്രത്യേകമായിട്ടുള്ള സ്പോട്ടിൽ റേഞ്ചിന്റെ പ്രശ്നമുണ്ട്. അതുകൊണ്ടായിരിക്കും കിട്ടാത്തതെന്ന് കരുതുന്നു. കുടുംബാംഗങ്ങളെ അല്ലാതെ നമ്മൾ ഈ കഴിഞ്ഞ ദിവസം 2 ദിവസം മുമ്പ് ഈശ്വർ മാൽപ്പയെ വീണ്ടും ഡൈവ് ചെയ്യാൻ തുടങ്ങിയ ഘട്ടത്തിൽ അർജുന്റെ കുടുംബവുമായി ബന്ധപ്പെട്ടിരുന്നു. അന്ന് പറഞ്ഞിരുന്നത് ശുഭകരമായ വാർത്തകളാണ്. പിന്നീടാണ് ഒരുപാട് പാർട്സും മറ്റു കാര്യങ്ങളും ഒക്കെ കിട്ടുന്ന സാഹചര്യം ഉണ്ടായത്. ഇപ്പൊ ശുഭപ്രതീക്ഷ തന്നെയായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത്. ഇന്ന് ആ ശുഭപ്രതീക്ഷ യാഥാർത്ഥ്യമായി എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ഈ ശാസ്ത്രീയ പരിശോധനയ്ക്ക് ശേഷമായിരിക്കുമല്ലേ മറ്റ് നടപടികളിലേക്ക്? അതെ, അത് തീർച്ചയായിട്ടും അങ്ങനെയല്ലേ ചെയ്യാൻ കഴിയൂ. നമുക്ക് ഉറപ്പുണ്ടെങ്കിലും ശാസ്ത്രീയമായ ഒരു പരിശോധന അനിവാര്യമാണല്ലോ. അത് പിന്നീട് ഭാവിയിലേക്കുള്ള മറ്റു കാര്യങ്ങൾക്കെല്ലാം അനിവാര്യമായി വരുന്നത് കൊണ്ട് DNA ഉൾപ്പെടെയുള്ള പരിശോധന നിർബന്ധമായിട്ടും വേണ്ടി വരും. അപ്പോ അതിനുശേഷമാണല്ലോ മറ്റു കാര്യങ്ങളൊക്കെ എന്തായാലും കടക്കാൻ വേണ്ടി കഴിയും. എന്തായാലും സർക്കാരിന്റെയും വിവിധ വകുപ്പുകളുടെയും ഒക്കെ ഒരു ഏകോപനത്തോടു കൂടി അർജുൻ എന്ത് സംഭവിച്ചു എന്തെങ്കിലും അറിയാൻ നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണല്ലേ? അതെ അതെ, ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്ന ഘട്ടത്തിൽ തന്നെ നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്. അർജുൻ ഉള്ളത് കൊണ്ടാണ് അവിടെ മറ്റു പലരെയും നമുക്ക് കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞത്. അർജുന്റെ തെരച്ചിലിന്റെ ഭാഗമായി തന്നെ പല ആളുകളെയും കണ്ടു. ഇപ്പോൾ അർജുന്റെ വാഹനത്തിന് വേണ്ടിയിട്ടുള്ള തെരച്ചിലാണ്. പല വാഹനങ്ങളും അതുപോലെ തന്നെ മറ്റു പലതും കണ്ടെത്താൻ വേണ്ടി കഴിയുന്നത്. അപ്പൊ അർജുൻ ആ പ്രദേശത്തുകാർക്ക് തന്നെ ഒരു രക്ഷകനായി മാറുന്ന ഒരു സാഹചര്യം പോലും ഇതിൻ്റെ അകത്തുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു വെക്കേണ്ടി വരും. ഒരു ശുഭകരമായ, പ്രത്യേകിച്ച് അവിടുത്തെ സംസ്ഥാന സർക്കാരും അവിടുത്തെ ബന്ധപ്പെട്ട ആളുകളുമെല്ലാം ഒരുപാട് പ്രതികൂലമായ സാഹചര്യം ഉണ്ടായിരുന്നെങ്കിലും അതിനെയൊക്കെ നന്നായി തരണം ചെയ്തു എന്ന് തന്നെയാണ് ഈ അവസരത്തിൽ നമുക്ക് പറയാൻ വേണ്ടി കഴിയുക. വളരെ നന്ദി ശ്രീ ലിൻഡോ ജോസഫ് ഞങ്ങളോട് പ്രതികരിച്ചതിന്. നേരത്തെ ഈ ശിരൂരിലടക്കം എത്തുകയും അവിടുത്തെ സാഹചര്യമൊക്കെ വിലയിരുത്തുകയും ചെയ്തതാണ്. അന്ന് കർണാടകയിലെ ജനങ്ങൾ ആരാണ് ഈ VIP എന്ന് ചോദിച്ച ഒരു പശ്ചാത്തലം കൂടി ഉണ്ടാകുന്നു. അത് ഒരു മലയാളിയാണ്, ഞങ്ങളുടെ സഹോദരനാണ് എന്ന് മറുപടി നൽകുകയാണ് കേരളം ചെയ്തത്. അതിന് ആ സഹോദരന് വേണ്ടി തന്നെയുള്ള തിരച്ചിലും കാത്തിരിപ്പിലും തന്നെയായിരുന്നു കേരളം. എന്താണ് അർജുന് സംഭവിച്ചത് എന്ന്